അതിൽ വിജയിച്ചത് സത്യാമ്മയും ശാരദാമ്മയാണ്. ഒരു നിമിഷം മോളെ. സാറേ, ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. അതിൽ വിജയിച്ചത് ശാരദാമ്മയും സത്യാമ്മയാണെന്ന്. എടോ, താൻ എന്തിനാടോ ഇങ്ങനെ ഒരു ഹംസമാവുന്നേ? താൻ ആ സ്പീക്കർ ഓൺ ചെയ്താൽ മതി. ആ കൊച്ചു പറയുന്നേ എനിക്ക് നേരിട്ട് കേൾക്കാമല്ലോ. ആ, ഓ, അത് ശരിയാണല്ലോ. ചില സമയത്ത് തനി പൊട്ടണം, എന്നിട്ടും ബുദ്ധിരാക്ഷസാന്ന് സ്വയം പറയുകയും ചെയ്യും. ഓ മോളെ, ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു. ഞാൻ സ്പീക്കറിലിട്ടിരിക്കാം. ആ അച്ഛാ. ആ, പറമോളെ, മോളെ തന്നെ നേരിട്ട് കാര്യം പറ. ഇയാളാകുമ്പോ അവിടെ ഇവിടെ തൊഴിച്ച് കാര്യം പറയുന്നു. അച്ഛാ, ഫൈനൽ റൗണ്ടിൽ എത്തിയത് ശാരദാമ്മയും സത്യാമ്മയാണ്. പരമ്പരാഗതമായ കേരള ഫുഡാ ഉണ്ടാക്കേണ്ടത്. മത്സരം നടക്കുക. ആര് ജയിക്കും ജയിക്കില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരല്പം കഴിഞ്ഞ് വിജയ് ആരാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അത് പിന്നെ അത് വേണമെന്നില്ല മോളെ. ഇതിന്റെ വിജയം എന്താണെന്നൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കട്ടാക്കിക്കോടോ. അതെ, മത്സരം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ യുദ്ധമുഖത്തെ കാര്യങ്ങൾ കേട്ട് ധൃതരാഷ്ട്രം തളർന്നു വീണോ? എടോ, ഈ കേരള ഫുഡ് ഉണ്ടാക്കാനായിട്ടേ ശാരദമ്മയെ വെല്ലാനായിട്ട് ഈ കേരളക്കരയിൽ ആരും ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് രുചിയാടോ അവരുണ്ടാക്കുന്ന ചമ്മന്തിക്ക് വരെ. ഞാനേ കഴിച്ചിട്ടുള്ളതുകൊണ്ട് പറയുവാ, ആ ഹോട്ടലിൽ ഇപ്പോഴും ആള് കയറുന്നതേ അവിടുത്തെ ഫുഡിന്റെ മേന്മ ഒന്നുകൊണ്ട് മാത്രമാ. പാചകത്തിന് ഒരു താളമുണ്ട്. ഒരു വറ്റൽമുളക് പൊടിച്ചിടുന്നതിന്, ഒരു വേപ്പില ഉതിർത്തിടുന്നതിന്, കുറച്ച് ഉപ്പ് കല്ല് പൊടിച്ചിടുന്നതിന്. ഇപ്പോഴത്തെ ഉപ്പൊടിയൊന്നും അല്ല കേട്ടോ. അതെല്ലാം കൃത്യമായ അളവില് കൃത്യമായി പാചകം ചെയ്താ ആ നാവിനറിയാം അതുണ്ടാക്കിയ ആളുടെ മഹത്വം. അത് ശാരദാമ്മയിലുണ്ട്. പാചകം അവർക്കൊരു ജോലിയല്ല, അതിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാ. അങ്ങനെ ഇഷ്ടമുള്ള ഒരാളിനെ ഒരാൾക്കും തോപ്പിക്കാൻ ഒക്കത്തില്ലടോ. പ്രതീക്ഷ കൈവിടണ്ട സാറേ. ആ ശാന്ത. എടോ, ഒന്ന് പോടോ. എടോ, ഉപ്പോളും വരുവോടോ ഉപ്പിലിട്ടത്. അമ്മേ, അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കും സത്യാമ്മ ഉണ്ടാക്കുന്ന കറികൾക്കും ഒരേ രുചിയായിരിക്കും അല്ലേ? അതെങ്ങനെയാ? രണ്ടും രണ്ടുപേരല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, അമ്മയിൽ നിന്നും പഠിച്ചുകൊണ്ടുപോയ വിദ്യ തന്നെയല്ലേ ശാന്തേച്ചി അവിടെ കൈകാര്യം ചെയ്യുന്നത്? ആള് രണ്ടാണെങ്കിലും കളരി ഒന്നാണല്ലോ. അതെന്തേലും ആവട്ടെ, നീ ഒരു കാര്യം ചെയ്യ്. ഇഞ്ചിയും കുരുമുളകും ഒന്ന് ചതച്ചെടുത്തേ വേഗം. അമ്മയുടെ സ്പെഷ്യൽ മല്ലിയിലയ്ക്ക് പ്രാവശ്യം റോളൊന്നും ഇല്ലേ? ഒരു പേരിന് രണ്ടിലയങ്ങ് ഉതിർത്തിട്ടോ. അമ്മേ, ശാന്തേച്ചി ഒന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും കഴിഞ്ഞില്ലേ? സത്യാമ്മയ്ക്ക് 1ാം സ്ഥാനം വാങ്ങിക്കൊടുക്കാനുള്ള വാശിയില. ഗുരുവാണോ ശിഷ്യയാണോ ജയിക്കുന്നതെന്ന് ഇന്നറിയാം. അതെ ശാന്തേ, ഞാൻ കപ്പ വേവിച്ചു വെക്കുമ്പോഴേക്ക് ശാന്ത ആ മുളക് ചമ്മന്തിയുടെ കാര്യം നോക്ക്. അറിയാലോ, ആ മുളക് ചുട്ടു തന്നെ അരയ്ക്കണം. കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം, എന്നാലേ നാട് സ്വാദ് കിട്ടും. ശരി സത്യാമ്മ, ഞാൻ മുളക് ചുട്ടെടുക്കാം. ബാക്കിയൊക്കെ സത്യാമ്മ തന്നെ ചെയ്താൽ മതി. ഇതിന്റെ എക്സ്പെർട്ട് സത്യാമ്മയാണല്ലോ. തള്ളയ്ക്ക് തണുപ്പടിച്ചെന്ന് തോന്നുന്നു. തീ കായാനായിട്ടെ സഹായത്തെ മുളക് കത്തിക്കുന്നു. നല്ല രീതിയിൽ പരിശുദ്ധം ഗരമസാല കൂട്ടിന് ആരംഭം കുറിക്കാൻ കഴിഞ്ഞതിൽ
ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം വിജയിയെ പ്രഖ്യാപിക്കാനായി മുഖ്യ വിശിഷ്ട അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന രേഖ മാഡത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ട് ടീമുകളും കടുത്ത മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇരുവരിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പ്രഖ്യാപിക്കുകയാണ്. കുടുംബശ്രീ ശാരദയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6 പോയിന്റാണ്. എന്നാൽ സത്യഭാമ 2 പോയിന്റ്സും കൂടി കൂടുതൽ വാങ്ങി 8 പോയിന്റ്സോടുകൂടി ഈ മത്സരം വിജയിച്ചിരിക്കുന്നു.